ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലം റീനീറ്റ് കൗണ്ട് ഡൗൺ 2026 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ, നമ്മളപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ +1 ചാപ്റ്റർ ആയിട്ടുള്ള ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് Aristotle was the earliest to attempt a more scientific basis of classification. He used simple morphological characters to classify plants into. അല്ലെ, അരിസ്റ്റോട്ടലിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ഇനിഷ്യൽ ക്ലാസിഫിക്കേഷൻ നമുക്ക് അറിയാവുന്നതാണ്. അരിസ്റ്റോട്ടിൽ, പിന്നെ ലിനേയസ് ഒക്കെ വരുന്നു. അപ്പൊ അരിസ്റ്റോട്ടിൽ അരിസ്റ്റോട്ടിൽ ആരാണ്? ഫാദർ ഓഫ് ബയോളജി ആണെന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഹി ക്ലാസിഫൈഡ് പ്ലാന്റ്സ് ഇൻടു 3. അല്ലെ, ഏതൊക്കെയാണ്? ഹെർബ്സ്, ഷ്രബ്സ് ആൻഡ് ട്രീസ്. ഇങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ആദ്യമായിട്ട് ചെയ്തത് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. അല്ലെ, യെസ്. അപ്പോൾ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ അല്ലെ ആൻഷ്യന്റ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ പറയുന്ന അവിടെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അതേപോലെ ഹി ക്ലാസിഫൈഡ് അനിമൽസ് ഓൾസോ, അല്ലെ, വിത്ത് RBC, വിത്തൗട്ട് RBC, ആ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ദെൻ അടുത്ത ചോദ്യം വിറ്റേക്കറിന്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ്. ഇൻ ബിറ്റ്വീൻ വരുന്നത് ലിനേയസ് ആണ്. ലിനേയസിന്റെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമുക്കറിയാം. അതിനകത്ത് 2 കിങ്ഡംസ് ആണുള്ളത്, കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം അനിമാലിയേ. അല്ലെ, അതിന് ഒത്തിരി ഡ്രോബാക്സ് ഉണ്ടായിരുന്നു, ഡിമെറിറ്റ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് ഏത് വരുന്നത്? യെസ്, റീസെന്റ് ആയിട്ട് 1969 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വരുന്നത്, പ്രൊപ്പോസ്ഡ് ബൈ R.H. വിറ്റേക്കർ. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം ഇതാണ്: നോട്ട് എ മെയിൻ ക്രൈറ്റീരിയൻ. അപ്പൊ അദ്ദേഹം ക്ലാസിഫൈ ചെയ്തത് 5 ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടാണ്. ഏതൊക്കെയാണ് 5 ക്രൈറ്റീരിയ? 1 സെൽ സ്ട്രക്ചർ, 2 താലസ് ഓർഗനൈസേഷൻ, 3 മോഡ് ഓഫ് ന്യൂട്രീഷൻ, 4 റീപ്രൊഡക്ഷൻ, 5 ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. ഈ 5 ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടാണ് R.H. വിറ്റേക്കർ 5 കിങ്ഡംസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അല്ലേ, നമുക്കറിയാവുന്നതാണ്. അപ്പോ അതിൽ വരാത്തത് ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ആൻസർ കിട്ടി. ഓപ്ഷൻ ഏതാണ് മക്കളെ? ഓപ്ഷൻ 4 ഇസ് ദി റൈറ്റ് ആൻസർ ഹിയർ. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ R.H. വിറ്റേക്കറിന്റെ ക്ലാസിഫിക്കേഷൻ, അതിന്റെ 5 ക്രൈറ്റീരിയ ഏതൊക്കെയാണെന്ന് ആണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ പഠിച്ചത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ്സ് ഓഫ് മുനീറൻസ് ആർ സ്ട്രിക്ട്ലി റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ബയോഗ്യാസ്? ബയോഗ്യാസിൽ പ്രിഡോമിനന്റ് ആയിട്ട് വരുന്ന ഏതാണ്? മീഥെയിൻ ഫ്രം ദ ഡങ് ഓഫ് റൂമിനന്റ് അനിമൽസ്. മക്കളെ, കിങ്ഡം മുനീറയെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നില്ലേ? ആർക്കിബാക്ടീരിയ, പ്രിമിറ്റീവ്, ആൻഷ്യന്റ് ഫോംസ് ഉണ്ട്. അതിനെ പിന്നെയും സബ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ഹാലോഫൈൽസ് ഉണ്ട്, പിന്നെ തെർമോ അസിഡോഫൈൽസ് ഉണ്ട്, പിന്നെ മെത്തനോജൻസ് ഉണ്ട്. ഇങ്ങനെ 3 ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അതിലേതാണ് മീഥെയിൻ ബയോഗ്യാസ് പ്രൊഡക്ഷനിൽ വരുന്നത്? ഒരു സംശയമില്ല, ഏതാണ്? മെത്തനോജൻസ് ആണ്. ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് NCERT നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലെ, എന്താണ് ഹാലോഫൈൽസ്? ഹാലോ, സാൾട്ട് ലവിങ് ആണ്. അല്ലെ, സാൾട്ടി അങ്ങനെയുള്ള ഹാബിറ്റാറ്റ്സിലാണ്, എക്സ്ട്രീം സാൾട്ടി ഏരിയാസിലാണ് ഹാലോഫൈൽസ് കാണുന്നത്. അതേപോലെ ഹോട്ട് സ്പ്രിങ്സിലാണ് ഇത് കാണുന്നത്, തെർമോ അസിഡോഫൈൽസ് കാണുന്നത്. അതേപോലെ മാർഷി ഏരിയാസിലാണ് ഇത് കാണുന്നത്, മെത്തനോജൻസ്. അപ്പോൾ അതൊരു നീറ്റ് ടു PYQ ആണ്. ഏത്? മാർഷി ഏരിയാസ്, അതിന്റെ ഹാബിറ്റാറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നീറ്റ് ടു PYQ ആയിരുന്നു ഈ ചാപ്റ്ററിൽ നിന്ന്. അതേപോലെ ആർക്കിബാക്ടീരിയ ഈ എക്സ്ട്രീം എൻവറോൺമെന്റിൽ സർവൈവ് ചെയ്യാൻ സ്പെഷ്യലൈസ്ഡ് ആണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് അവര് എക്സ്ട്രീം എൻവറോൺമെന്റിൽ സർവൈവ് ചെയ്യുന്നത്? അതിനുള്ള സ്ട്രക്ചറൽ ഫീച്ചർ എന്താണ്? അതാണ് ഇവിടെ പറയുന്നത്. ദേ ഡിഫർ ഫ്രം അതർ ബാക്ടീരിയ ഇൻ ഹാവിംഗ് എ ഡിഫറെന്റ് സെൽ വാൾ സ്ട്രക്ചർ ആൻഡ് ദിസ് ഫീച്ചർ ഇസ് റെസ്പോൺസിബിൾ ഫോർ ദർ സർവൈവൽ ഇൻ എക്സ്ട്രീം കണ്ടീഷൻസ് എന്ന് പറയാം. അപ്പോൾ വേണമെങ്കിൽ ഒരു അസേഷൻ റീസൺ ക്വസ്റ്റ്യൻ അവിടെ നിന്ന് ഫ്രെയിം ചെയ്യാവുന്നതാണ്. അസേഷൻ കൊടുത്താൽ മതി. എന്താണ്? ആർക്കിബാക്ടീരിയ ആർ കേപ്പബിൾ ഓഫ് സർവൈവിംഗ് ഇൻ എക്സ്ട്രീം കണ്ടീഷൻസ്. റീസൺ എന്താണ്? their cell wall structure is different from normal bacteria. അല്ലെ, ആ ഒരു സെൽ വാൾ സ്ട്രക്ചറിലുള്ള ഡിഫറൻസ് വൺ ഓഫ് ദി മേജർ റീസൺ ആണ്, മേജർ സ്ട്രക്ചറൽ അഡാപ്റ്റേഷൻ ആണ് ടു സർവൈവ് ഇൻ എക്സ്ട്രീം എൻവറോൺമെന്റ്. അല്ലെ, അതേപോലെ മെത്തനോജൻസിനെ ബേസ് ചെയ്തിട്ട് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു, മീഥെയിൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയ ആണ്. ഓക്കെ, മറ്റൊരു പോയിന്റ്, അത് നീറ്റ് PYQ ആയിരുന്നു. They are found in gut of several ruminant animals such as cow and buffalo, and they are responsible for the production of methane. നമ്മൾ ബയോഗ്യാസ് പ്രൊഡക്ഷൻ ഒക്കെ ഉപയോഗിക്കുന്നത്, അല്ലെ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയറിൽ പഠിക്കുന്നതാണ്. അല്ലെ, ആ പോയിന്റിനുമായിട്ടും അത് കണക്ട് ചെയ്യുന്നു എന്ന് പറയാം. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ആർക്കിബാക്ടീരിയ ബേസ് ചെയ്തിട്ട് വരുന്നത്. അടുത്ത ചോദ്യം: സ്പെഷ്യലൈസ്ഡ് thick walled cells present in nostoc. മക്കളെ, നോസ്റ്റോക്ക് അനബീന ഏതാണ്? സയാനോബാക്ടീരിയ ആണ്. അല്ലെ, സയാനോബാക്ടീരിയ. നേരത്തെ നമ്മൾ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് വിളിച്ചിരുന്നു. അല്ലെ, ശരിയല്ലേ? യെസ്. അപ്പോൾ കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ടു ഫിക്സിംഗ് അറ്റ്മോസ്ഫറിക് നൈട്രജൻ. സ്പെഷ്യലൈസ്ഡ് നൈട്രജൻ ഫിക്സിംഗ് സെൽസ്, അതിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. They are nothing but heterocyst.
അല്ലെ ഹെറ്ററോസിസ്റ്റ് ആണ്. സയാനോ ബാക്ടീരിയയെ കുറിച്ച് വേറെ എന്തൊക്കെ പോയിന്റ്സ് ആണ് NCERT തന്നിരിക്കുന്നത്? യെസ്, എന്തൊക്കെ കാര്യങ്ങളാണ് മക്കളെ നമ്മൾ ഓർക്കേണ്ടത്? ഇതൊക്കെയാണ്. ദേ ആർ യൂണിസെല്ലുലാർ, കൊളോണിയൽ ഓർ ഫിലമെന്റസ്, ഫ്രഷ് വാട്ടർ ഓർ മറൈൻ ഓർ ടെറസ്ട്രിയൽ ആൽഗേ. അപ്പോൾ അതിന്റെ ഹാബിറ്റാറ്റിനെ കുറിച്ച് അല്ലേ, യെസ്, അതിന്റെ ഫോമിനെ കുറിച്ച് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പിന്നെ ദീസ് കോളനീസ് ആർ ജനറലി സറൗണ്ടഡ് ബൈ ജെലാറ്റിനസ് ഷീറ്റ്. കൃത്യമായിട്ടുള്ള ഫിഗറും NCERT തന്നിട്ടുണ്ട് അല്ലേ ജെലാറ്റിനസ് ഷീറ്റിനെ കുറിച്ച്. അതേപോലെ ദേ ഓഫൺ ഫോം ബ്ലൂംസ് ഇൻ പൊല്യൂട്ടഡ് വാട്ടർ ബോഡീസ്. ആൽഗൽ ബ്ലൂം എന്ന് നമ്മൾ ജനറലി പറയും അല്ലെ, ജനറലി വിളിക്കുന്നത് ആൽഗൽ ബ്ലൂം എന്നാണ്. സോ ആൽഗൽ ബ്ലൂം ഫോം ചെയ്യുന്നതിൽ ഏതിന് റോൾ ഉണ്ട്? ബ്ലൂ ഗ്രീൻ ആൽഗയ്ക്ക് റോൾ ഉണ്ട്. ദാറ്റ് ഈസ് സയാനോ ബാക്ടീരിയയ്ക്ക് റോൾ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അടുത്ത ചോദ്യം, കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ്. അതായത് ബാക്ടീരിയയെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം അല്ലേ, ട്രൂ ബാക്ടീരിയയെ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്, കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്. പിന്നീട് വരുന്ന ഹെറ്ററോട്രോഫിക് ബാക്ടീരിയയാണ്. അപ്പോൾ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ സയാനോ ബാക്ടീരിയ കണ്ടു. അതേപോലെ കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ പ്ലേ എ ഗ്രേറ്റ് റോൾ ഇൻ റീസൈക്ലിംഗ് ന്യൂട്രിയൻസ് ലൈക്ക്. ഏതൊക്കെ ന്യൂട്രിയൻ സൈക്കിളിലാണ്? ബയോജിയോ കെമിക്കൽ സൈക്കിളിലൊക്കെ ഇങ്ങനെയുള്ള ബാക്ടീരിയ ടേക്ക് പാർട്ട് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണത്? നൈട്രജൻ സൈക്കിൾ, ഫോസ്ഫറസ്, അയൺ ആൻഡ് സൾഫർ സൈക്കിൾസ് അല്ലേ. സോ ഓപ്ഷൻ 2 ഈസ് ദി റൈറ്റ് ആൻസർ ഹിയർ. ഈ കീമോസിന്തറ്റിക് ബാക്ടീരിയയെ കുറിച്ച് എന്തൊക്കെയാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്? വെരി 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 ഇമ്പോർട്ടന്റ് പോയിന്റ്. They oxidize various inorganic substances such as nitrate, nitrite and ammonia. Nitrate, nitrite, ammonia ഒക്കെ വരുന്ന ഏത് സൈക്കിളിലാണ്? നൈട്രജൻ സൈക്കിളിലാണ് നമുക്കറിയാം. And use the released energy for their ATP production. അല്ലെ, അപ്പോൾ ഓക്സിഡൈസ് ഇനോർഗാനിക് സബ്സ്റ്റൻസസ്, അങ്ങനെ എനർജി റിലീസ് ചെയ്തിട്ട്, അപ്പോൾ കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്, അതുകൊണ്ടാണ് ഇത് പേര് വന്നത് കീമോ സിന്തറ്റിക് ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം മൈക്കോപ്ലാസ്മയെ കുറിച്ചാണ്. അതിനിടയിൽ മറ്റൊരു കാര്യം, ഹെറ്ററോട്രോഫിക് ബാക്ടീരിയയെ കുറിച്ച് ഓർക്കണം മക്കളെ. എന്താണ്? ബാക്ടീരിയയിൽ വെച്ച്, ട്രൂ ബാക്ടീരിയയിൽ വെച്ച് ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള ബാക്ടീരിയ ഏതാണ്? ഹെറ്ററോട്രോപ്സ് ആണ് എന്ന കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാവുന്നതാണ്. അതിനകത്ത് ബെനിഫിഷ്യൽ ബാക്ടീരിയ ഉണ്ട്, ഹാംഫുൾ ആയിട്ടുള്ള ഡിസീസ് കോസിങ് പാത്തോജനിക് ആയിട്ടുള്ള ബാക്ടീരിയ ഉണ്ട് എന്ന് നമുക്ക് അറിയാം. ഇനി സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മയെ കുറിച്ചുള്ള ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് വേണ്ടത്. ഒന്നാമത്തത് കംപ്ലീറ്റ്ലി ലാക്ക് എ സെൽ വോൾ. അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ, സെൽ വോൾ ഇല്ല. യൂഷ്വലി ബാക്ടീരിയയെ സംബന്ധിച്ചിടത്തോളം സെൽ വോൾ ഉണ്ട്, പക്ഷെ ഇവിടെ പ്രൊകാരിയോട്ട് വിത്തൗട്ട് സെൽ വോൾ ആണ് എന്ന് നമുക്ക് പറയാം. ദേ ആർ ദ സ്മോളസ്റ്റ് ലിവിങ് സെൽസ്. അതും കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സ്മോളസ്റ്റ് ലിവിങ് സെല്ലാണ്, അത് കറക്റ്റ് ആണ്. ദേ ക്യാൻ സർവൈവ് ഈസിലി വിത്തൗട്ട് ഓക്സിജൻ. അതും കറക്റ്റ് ആണ് അല്ലെ. ഇനി ദേ ആർ കംപ്ലീറ്റ്ലി നോൺ പാത്തോജനിക്. അത് തെറ്റാണ്, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമുക്ക് ചൂസ് ചെയ്യേണ്ടത് കിട്ടി. ഏതാണ്? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. ദേ ആർ കംപ്ലീറ്റ്ലി നോൺ പാത്തോജനിക് അല്ല, ഇൻ റിയാലിറ്റി ദേ ആർ പാത്തോജനിക് അല്ലെ. പാത്തോജനിക് ടു ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആണ് എന്നുള്ളതാണ് റിയാലിറ്റി. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യം, അടുത്ത ഗ്രൂപ്പ് കിങ്ഡം മൊനീറയെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കണ്ടത്. ഇനി കിങ്ഡം പ്രൊട്ടിസ്റ്റയെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കാണുന്നത്. ഇൻ ക്രൈസോഫൈറ്റ്സ് the cell wall forms two thin overlapping shells which fit together as in a soap box. These walls are indestructible because they are embedded with ഏതാണ്? സിലിക്ക ഡിപ്പോസിഷൻ ആണ്. സിലിക്ക ഡിപ്പോസിഷൻ അല്ലേ, ശരിയല്ലേ? അതുകൊണ്ട് then indestructible എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ മക്കളെ? യെസ്. ക്രൈസോഫൈറ്റ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? യെസ്, മനസ്സിൽ വരുന്നുണ്ടാവും. ഏതൊക്കെയാണ്? രണ്ടെണ്ണം, ഡയാറ്റംസ് അതേപോലെ ഡെസ്മിഡ്സ് അല്ലെ. ഡയാറ്റംസ് ആൻഡ് ഡെസ്മിഡ്സ്. അതിനെക്കുറിച്ച് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? യെസ്, മറ്റൊരു പോയിന്റ് ആണ് അടുത്ത ചോദ്യമായിട്ട് വരുന്നത്. നോക്കൂ, മാസീവ് അക്യുമുലേഷൻ ഓഫ് ഡെഡ് മൈക്രോസ്കോപ്പിക് ഡയാറ്റം ഷെൽസ് ഓവർ ബില്യൺസ് ഓഫ് ഇയേഴ്സ് ഫോം ഡയറ്റമേഷ്യസ് എർത്ത്. ഡയറ്റമേഷ്യസ് എർത്തിന്റെ പ്രത്യേകത എന്താണ്? അതിനകത്ത് സിലിക്ക ഡിപ്പോസിഷൻസ് കൂടുതലായിരിക്കും, ശരിയല്ലേ? യെസ് ഓർ നോ? യെസ്, കാരണം ഇതിന്റെ സെൽ വോളിൽ ഓൾറെഡി സിലിക്ക ഡിപ്പോസിഷൻ ഉണ്ട്. അപ്പൊ ദിസ് സോയിൽ ഈസ് കൊമേഴ്സ്യലി യൂട്ടിലൈസ്ഡ് ഇൻ, അതിന്റെ അപ്ലിക്കേഷൻസ് ആണ് പറയുന്നത്. നമ്മൾ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? പോളിഷിംഗ്, അതേപോലെ ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്സ്. ഓപ്ഷൻ 2 ഇസ് ദി റൈറ്റ് ആൻസർ ഹിയർ. ഓക്കെ അല്ലേ? യെസ്. ഇനി അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൂടാതെ ഇപ്പൊ ക്രൈസോഫൈറ്റ്സിനെ കുറിച്ച്, സിലിക്ക ഡിപ്പോസിഷനെ കുറിച്ച് പറഞ്ഞു, ഡയറ്റമേഷ്യസ് എർത്ത് അതിന്റെ അപ്ലിക്കേഷനെ കുറിച്ച് പറഞ്ഞു. ഇത് രണ്ടും അല്ലാതെ ക്രൈസോഫൈറ്റ്സിനെ കുറിച്ച് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് ഓർത്തിരിക്കേണ്ടത്? ഇത്രയും കാര്യങ്ങളാണ്. ഇതിനകത്തുള്ള എക്സാമ്പിൾസ് ഞാൻ നേരത്തെ പറഞ്ഞു, ഡയാറ്റംസ് ആൻഡ് ഗോൾഡൻ ആൽഗെ. ഗോൾഡൻ ആൽഗെ എന്നുള്ളത് ഏതിന്റെ കോമൺ നെയിം ആണ്? ഡെസ്മിഡ്സിന്റെ കോമൺ നെയിം ആണ്. അതേപോലെ ദേ ആർ ഫൗണ്ട് ഇൻ ഫ്രഷ് വാട്ടർ ആസ് വെൽ ആസ് മറൈൻ എൻവറോൺമെന്റ്. എന്ന് വെച്ചാൽ അക്വാട്ടിക് ആണ്, അതിനകത്ത് രണ്ട് ഹാബിറ്റാറ്റ് അല്ലെ, ഫ്രഷ് വാട്ടറും ഉണ്ട് മറൈനും ഉണ്ട്.
അതേപോലെ they are microscopic and float passively in water currents. പ്ലാങ്ക്ടൺസ് ആണ് അല്ലേ, നമ്മൾ ഫൈറ്റോ പ്ലാങ്ക്ടൺസ് ആയിട്ടാണ് ഈ ഗ്രൂപ്പിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത് അല്ലേ. യെസ്, most of them are photosynthetic. Very important point is there, another need to PYQ. ഏതാണത്? They are the chief producers in the oceans. Diatoms are the chief producers in the oceans. അല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്രൈസോഫൈറ്റ്സ് എന്നൊരു ഗ്രൂപ്പിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പൊ 2 ചോദ്യങ്ങൾ കണ്ടു, അതിലല്ലാത്ത പോയിന്റ്സ് നമ്മൾ ഇതാ ഈ ഒരു സ്ലൈഡിലും കണ്ടു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഗ്രൂപ്പിലോട്ട് പോവാം. ഏതാണത്? ഡൈനോഫ്ലജല്ലേറ്റ്സ് ആണ്. Dinoflagellates mostly exhibit which coloration and possess how many flagella? Dinoflagellates ആണ്, 2 flagella ആണ് അല്ലേ. അപ്പോൾ yellow, green, brown, blue or red. They have 2 flagella, 1 longitudinal and 1 transverse. Option 2 is the right answer here. അല്ലേ. യെസ്, ഇനി ഇത് കൂടാതെ എന്തൊക്കെ കാര്യങ്ങളാണ് ഓർക്കേണ്ടത്? റിഗാർഡിംഗ് their habitat, they are mostly marine and photosynthetic. ഓക്കെ, പിന്നെ the cell wall has stiff cellulose plate on the outer surface. നേരത്തെ നമ്മൾ ഡയാറ്റത്തിനെ കുറിച്ച് പറയുമ്പോൾ സിലിക്ക ഡിപ്പോസിഷനെ കുറിച്ച് പറഞ്ഞു. ഇവിടെ എന്താണ്? സെൽ wall has stiff cellulose plate on the outer surface എന്ന് പറയാം. അതേപോലെ they have 2 flagella, 1 നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടു അല്ലേ. യെസ്, ക്വസ്റ്റ്യനിൽ കണ്ടു 1 transverse and 1 longitudinal എന്ന് കണ്ടു. മക്കളെ, പലപ്പോഴും ഈ നീറ്റ് എക്സാമിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വേർഡ് ആയിരിക്കാം ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഓർത്തിരിക്കണം. ഏതാണ്? ലോഞ്ചിറ്റ്യൂഡിനലി ആൻഡ് ട്രാൻസ്വേഴ്സലി ഇൻ എ ഫറോ ബിറ്റ്വീൻ ദി വാൾ പ്ലേറ്റ്സ്. ദാറ്റ് പാർട്ട് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ട്രാൻസ്വേഴ്സ് ആണ്, ലോഞ്ചിറ്റ്യൂഡിനൽ ആണ് എന്നത് മാത്രം ഓർത്തത് കൊണ്ടായില്ല. എന്തുകൊണ്ട് ഓർക്കണം? ഇൻ എ ഫറോ ബിറ്റ്വീൻ ദി വാൾ പ്ലേറ്റ്സ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഓർത്തിരിക്കണം. ഓക്കെ, പിന്നെ ടോക്സിക് ആണ് മറൈൻ ഫിഷസിന് അല്ലെ, ആ കാര്യങ്ങൾ. ഗോണിയോലെഗ്സ്, അതിനെക്കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ അതാണ്. Which of the following organisms undergoes such rapid multiplication that they cause red tides in the sea, releasing toxins that kill marine fishes? ഏതാണ്? ഗോണിയോലെഗ്സ് ആണ്. ഗോണിയോലെഗ്സിന് ഏതൊരു എക്സാമ്പിൾ ആണ്? ഡൈനോഫ്ലജല്ലേറ്റ്സ് ആണ്. അപ്പൊ ഇത്രയുമാണ് ഡൈനോഫ്ലജല്ലേറ്റ്സ് എന്ന് പറയുന്ന ആ പ്രോട്ടിസ്റ്റ് ഗ്രൂപ്പിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള എല്ലാ പോയിന്റും കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത ഗ്രൂപ്പിലോട്ട് പോവാം. ദാറ്റ് ഈസ് യുഗ്ലിനോയിഡ്സ് ആണ്. റിഗാർഡിംഗ് യുഗ്ലിന, ചൂസ് ദ കറക്റ്റ് കോമ്പിനേഷൻ ഓഫ് ട്രെയ്റ്റ്സ്. യുഗ്ലിനയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഏതെങ്കിലും ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കാം. പ്രോട്ടീൻ റിച്ച് ലെയർ കോൾഡ് പെല്ലിക്കിൾ, ശരിയാണ്. ഫോട്ടോസിന്തറ്റിക് ഇൻ സൺലൈറ്റ്, ഹെറ്ററോട്രോഫിക് ഇൻ ഡാർക്ക്, ശരിയാണ്. പ്രെഡേറ്റേഴ്സ് ഒക്കെ ആയിട്ട് വരാം അല്ലെ, ആബ്സെൻസ് ഓഫ് ലൈറ്റിൽ, ശരിയാണ്. മിക്സോട്രോഫിക് ന്യൂട്രീഷൻ എന്നൊക്കെ പറയാം. പ്രോട്ടീൻ റിച്ച് ലെയർ പെല്ലിക്കിൾ, അതുകൊണ്ട് തന്നെ ബോഡി എന്താണ്? ഫ്ലെക്സിബിൾ ആണ്. കാരണം അത് ഇറ്റ്സ് മെയ്ഡ് അപ്പ് ഓഫ് പ്രോട്ടീൻ ആണ്, കാർബോഹൈഡ്രേറ്റ് അല്ല. അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് ഇത് യുഗ്ലിനയെ കുറിച്ച്. യുഗ്ലിനയെ കുറിച്ച് വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്? മോസ്റ്റ് ഓഫ് ദം ആർ ഫ്രഷ് വാട്ടർ ഓർഗാനിസംസ് ഫൗണ്ട് ഇൻ സ്റ്റാഗ്നന്റ് വാട്ടർ. സ്റ്റാഗ്നന്റ് വാട്ടറിലാണ് കൂടുതലായിട്ടും ഏത് കണ്ടുവരുന്നത്? യുഗ്ലിന കണ്ടുവരുന്നത്. പിന്നെ their pigments, very important point, their pigments are identical to those present in higher plants. യുഗ്ലിനയുടെ പിഗ്മെന്റ് ഹയർ പ്ലാന്റ്സിന്റെ പിഗ്മെന്റ്, ക്ലോറോഫില ഒക്കെ ഉണ്ടല്ലോ, അതുമായിട്ട് സിമിലർ ആണ്, ഐഡന്റിക്കൽ ആണ് എന്നുള്ളതാണ്. അടുത്ത ഗ്രൂപ്പ് വരുന്ന ഏതാണ്? സ്ലൈം മോൾഡ് ആണ്. പ്രൊട്ടസ്റ്റയിൽ അടുത്ത ഗ്രൂപ്പ് സ്ലൈം മോൾഡ് ആണ്. അണ്ടർ സ്യൂട്ടബിൾ എൻവിറോൺമെന്റൽ കണ്ടീഷൻസ് സ്ലൈം മോൾഡ് അല്ലെ, അനദർ പ്രൊട്ടസ്റ്റ് ഫോം എൻ അഗ്രിഗേഷൻ, കൂട്ടം, കോൾഡ് എന്താണ് മക്കളെ? പ്ലാസ്മോഡിയം ആണ്. ദാറ്റ് ഈസ് കോൾഡ് പ്ലാസ്മോഡിയം, വിച്ച് മേ ഗ്രോ ആൻഡ് സ്പ്രെഡ് ഓവർ സെവറൽ ഫീറ്റ് വൈൽ ഡ്യൂറിംഗ് അൺഫേവറബിൾ കണ്ടീഷൻസ് ദേ ഡിഫറൻഷിയേറ്റ് ടു ഫോം. ആദ്യം പറഞ്ഞത് എന്താണ്? സ്യൂട്ടബിൾ എൻവിറോൺമെന്റൽ കണ്ടീഷൻ ആണ്, എന്ന് വെച്ചാൽ ഫേവറബിൾ കണ്ടീഷനിലാണ്. രണ്ടാമത് പറയുന്നത് അൺഫേവറബിൾ കണ്ടീഷനിലാണ്. അപ്പോൾ അഗ്രിഗേഷന്റെ പേര് ഏതാണ്? പ്ലാസ്മോഡിയം ആണ്. അൺഫേവറബിൾ കണ്ടീഷൻ ദേ ഡിഫറൻഷിയേറ്റ് ടു ഫോം ഫ്രൂട്ടിംഗ് ബോഡീസ് അല്ലെ, ഫ്രൂട്ടിംഗ് ബോഡി ബെയറിംഗ് സ്പോർസ് അറ്റ് ദർ ടിപ്പ്. അൺഫേവറബിൾ, പ്രതികൂല സാഹചര്യങ്ങളാണ്. അപ്പോൾ ഫ്രൂട്ടിംഗ് ബോഡി ഉണ്ട്, അതിൽ സ്പോർ ഉണ്ട്. സ്പോറിന്റെ പ്രത്യേകത എന്താണ്? സ്പോർ പോസസ് ട്രൂ സെൽ വാൾ, അതുകൊണ്ട് തന്നെ വിൽ ബി ഏബിൾ ടു സർവൈവ് ഫോർ ഇയേഴ്സ് അല്ലേ, അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ 2 ഇസ് ദി റൈറ്റ് ചോയ്സ് ഹിയർ അല്ലേ. ആ കാര്യങ്ങളാണ് അടുത്ത സ്ലൈഡിൽ തന്നിരിക്കുന്നത്. സ്ലൈം മോൾഡിനെ കുറിച്ച് അതിന്റെ എന്താണ് ന്യൂട്രീഷൻ, സപ്രോഫൈറ്റിക് പ്രൊട്ടിസ്റ്റ് ആണ്. സ്പോർസ് പോസസ് ട്രൂ സെൽ വാൾ. മക്കളെ, ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, പക്ഷെ നീറ്റ് PYQല് ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഒരു തവണ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ഇത്. ഏത്? സ്പോർസ് ഓഫ് സ്ലൈം മോൾഡ് പോസസ് ട്രൂ സെൽ വാൾ എന്നുള്ള പോയിന്റ്. ഓക്കെ, ദെൻ ദി സ്പോർസ് ആർ ഡിസ്പേഴ്സ്ഡ് ബൈ എയർ കറന്റ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സ്ലൈം മോൾഡ്സ് എന്ന ഗ്രൂപ്പിനെ കുറിച്ച് ഓർത്തിരിക്കുന്നത്. ഇനി വരുന്നത് കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ പ്രോട്ടോസോവൻ ആണ് അല്ലെ, പ്രോട്ടോസോവൻസിനെ കുറിച്ചാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോട്ടോസോവൻ ഗ്രൂപ്പ് is correctly matched
with its biological representative and trait. Amoeboid protozoan, Entamoeba. Amoeboid protozoan example ആണ് Entamoeba, അത് ശരിയാണ്. പാരസൈറ്റിക് ഫോം ആണ്. ഓപ്ഷൻ 1 തന്നെ ശരിയാണ് അല്ലേ? യെസ്. സോ ബാക്കി വരുന്നതിൽ മിസ്റ്റേക്ക് എന്താണ്, അല്ലെങ്കിൽ നമുക്ക് പ്രോട്ടോസോവൻസിനെ കുറിച്ച് മൊത്തം തന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. സോ ഓൾ പ്രോട്ടോസോവൻസ് ആർ ഹെറ്ററോട്രോപ്സ് ആൻഡ് ലിവ് ആസ് predators or parasites എന്ന് പറയാം. ഹെറ്ററോട്രോഫ് ആണ്, രണ്ട് രീതിയിലാണ് ജീവിക്കുന്ന, predators or parasites ആയിട്ടാണ് എന്നുള്ളതാണ്. അതേപോലെ they are considered as primitive relatives of animals. Very 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 important point. Primitive relatives of animals ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ആണ് ഏത്? കിങ്ഡം പ്രൊട്ടിസ്റ്റയിലെ പ്രോട്ടോസോവൻസ് എന്ന് പറയുന്നത്. നമ്മൾ അതിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അതിന്റെ ലൊക്കോമോട്ടറി സ്ട്രക്ചർ ഒക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അമീബോയിഡ് പ്രോട്ടോസോവൻ നമുക്കറിയാം, സ്യൂഡോപോഡിയ, ഫാൾസ് ഫീറ്റ് ഉണ്ട്, ശരിയല്ലേ? യെസ്. അപ്പൊ അതിനകത്താണ് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കണ്ടത് ഏത്? എൻഡമീബയൊക്കെ കണ്ടു. പിന്നെ ഓർക്കേണ്ട പോയിന്റ് മക്കളെ ശ്രദ്ധിക്കണം, സിലിക്ക. മറൈൻ ഫോംസ് ഹാവ് സിലിക്ക ഷെൽസ് ഓൺ ദർ സർഫേസ്. കുറച്ച് മുന്നേ നമ്മൾ സിലിക്ക കണ്ടു, സിലിക്ക ഡിപ്പോസിഷൻ കണ്ടു. എവിടെയായിരുന്നു? ഡയാറ്റത്തിലായിരുന്നു. ഡയാറ്റത്തിന്റെ സെൽ വാൾ അല്ലെ, അവിടെയും എന്തുണ്ട്? സിലിക്ക ഉണ്ട്. അപ്പൊ ഡയാറ്റത്തിന്റെ സെൽ വാളിലുണ്ട്. അതേപോലെ അമീബോയിഡ് പ്രോട്ടോസോവനിൽ മറൈൻ ഫോംസിനും മറൈൻ അമീബോയിഡ് പ്രോട്ടോസോവൻസിനും എന്തുണ്ട്? സിലിക്ക ഡിപ്പോസിഷൻ ഉണ്ട് എന്നുള്ളതാണ് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ്. പിന്നെ ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ, ഫ്ലജല്ലയാണ് ലൊക്കോമോട്ടറി സ്ട്രക്ചർ, ഐദർ ഫ്രീ ലിവിംഗ് ഓർ പാരസൈറ്റിക് ആയിട്ടാണ് ജീവിക്കുന്നത്. സ്ലീപ്പിംഗ് സിക്നസ് അവിടെ ഓർക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഏതാണ്? ട്രൈപ്പാനോസോമ. സ്ലീപ്പിംഗ് സിക്നസ് ഇസ് കോസ്ഡ് ബൈ ട്രൈപ്പാനോസോമ എന്ന് പറയും, ട്രൈപ്പാനോസോമ ഗാംബിയൻസ്. സിലിയേറ്റഡ് പ്രോട്ടോസോവൻസിന് സിലിയ ഉണ്ട്, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, പാരമീഷ്യമാണ്. അതിൽ ഓർക്കേണ്ട പോയിന്റ് ദേ ഹാവ് ദിസ് ക്യാവിറ്റി, ഗള്ളറ്റ് അല്ലെ, അതിനകത്തേക്ക് തൗസൻഡ്സ് ഓഫ് സിലിയ വെച്ചിട്ട് വാട്ടറിൽ നിന്ന് അല്ലെ എന്താണ് ഫുഡ് പാർട്ടിക്കിൾസ് മെല്ലെ 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 ഇതിനകത്തേക്ക് എൻട്രി ചെയ്യുന്നു അല്ലെ മൂവ് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ്. ദെൻ സ്പോറോസോവൻസ്, അവർക്കൊരു ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള സ്പോർ ലൈഫ് സ്റ്റേജ് ഉണ്ട് അതിന്റെ ലൈഫ് സൈക്കിൾ എന്നുള്ളതാണ്. അതിന് എക്സാമ്പിൾ, നല്ലൊരു എക്സാമ്പിൾ ആണ് ഏത്? നല്ലൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നൊട്ടോറിയസ് എന്ന് പറയാം. കാരണം ഹ്യൂമൻ ബീങ്സിന് അത്രയും ഡിസീസ് കോസ് ചെയ്യുന്ന മലേറിയൽ പാരസൈറ്റ് ആയിട്ടുള്ള പ്ലാസ്മോഡിയമാണ് എക്സാമ്പിൾ. അപ്പൊ അതാണ് 4 ഗ്രൂപ്പ് ഏതിന്റെ? പ്രോട്ടോസോവൻസിന്റെ 4 സബ് ഡിവിഷൻസ്. അത്രയും ആവുമ്പോൾ കിങ്ഡം പ്രോട്ടിസ്റ്റ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ നമുക്ക് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ നീറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർക്കാനുള്ളത്. ഇനി അടുത്ത കിങ്ഡം ആണ് വരുന്നത്, ദാറ്റ് ഈസ് കിങ്ഡം ഫംഗൈ അല്ലെ, ഫംഗസിനെ കുറിച്ചാണ്. When a filamentous fungus reproduces sexually, 2 haploid hyphae of compatible mating types come together and fuse. The fusion of protoplasm between these 2 motile or non-motile gamete is called എന്താണ്? ഒരു സംശയമില്ല, ഏതാണ്? ഓപ്ഷൻ 2 പ്ലാസ്മോഗമി ആണ്. മക്കളെ, ഫംഗസിന്റെ സെക്ഷുവൽ സൈക്കിളിൽ 3 സ്റ്റെപ്പ് ആണ് വരുന്നത്. ഏതൊക്കെയാണ് 3 സ്റ്റെപ്പ്? സ്റ്റെപ്പ് 1 ഫ്യൂഷൻ ഓഫ്, അതാണ് ഇപ്പോൾ പറഞ്ഞത്, ഏത്? പ്ലാസ്മോഗമി. സ്റ്റെപ്പ് 2 ഏതാണ്? കാരിയോഗമി. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് മിയോസിസ് ഇൻ സൈഗോട്ട് റിസൾട്ടിങ് ഹാപ്ലോയിഡ് സ്പോർ. അപ്പോൾ പ്ലാസ്മോഗമി, കാരിയോഗമി, then meiosis in zygote. Zygote diploid ആണ്. ഡിപ്ലോയിഡ് സൈഗോട്ടിന് മിയോസ് നടന്നാൽ ഉണ്ടാവുന്ന എന്താണ്? ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോർ ആണ്. അപ്പൊ ഇതാണ് സെക്ഷൽ സൈക്കിളിലുള്ള 3 സ്റ്റേജസ്. ഇനി ചില എക്സെപ്ഷൻസ് ഉണ്ട്, അതിനെക്കുറിച്ചാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. ഇൻ വിച്ച് 2 ക്ലാസസ് ഓഫ് ഫംഗൈ ഡസ് an intervening ഡൈകാരിയോട്ടിക് സ്റ്റേജ്? സാധാരണ N ഹാപ്ലോയിഡ് ഇത് രണ്ടും ഫ്യൂസ് ചെയ്യുമ്പോൾ 2N ആവുന്നു, ഡിപ്ലോയിഡ് ആവുന്നു. പക്ഷേ ചില ക്ലാസ്സിൽ N ചേർന്ന് 2N ആവാതെ N+N കണ്ടീഷൻ ഇരിക്കുക. N+N കണ്ടീഷനാണ് ഈ ഡൈകാരിയോട്ടിക് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 2 ന്യൂക്ലിയൈ പെർ സെൽ. ഒരു സെല്ല് തന്നെയാണ്, പക്ഷെ 2 ന്യൂക്ലിയസ് ഉണ്ട്. അത് ഫ്യൂസ്ഡ് ന്യൂക്ലിയസ് ആയാൽ 2N ആയി. ഇത് ഫ്യൂസ് ചെയ്യാതെ, ഒരു സെല്ലിൽ തന്നെ ഫ്യൂസ് ചെയ്യാതെ 2 ന്യൂക്ലിയസ് ഇരിക്കുന്നു. ഒരു സെല്ലിൽ തന്നെ ഈ 2 ന്യൂക്ലിയസും ഫ്യൂസ് ചെയ്ത് ഒരുമിച്ചായിരിക്കുമ്പോഴാണ് നമുക്ക് 2N എന്ന് പറയാൻ പറ്റുള്ളൂ. 2N എന്ന് പറഞ്ഞാൽ അത് ഫ്യൂസ്ഡ് ആണ്, പക്ഷെ ഇത് N സെപ്പറേറ്റ് ആണ് അല്ലേ, നമുക്കറിയാം. അപ്പൊ അത് വരുന്ന 2 ക്ലാസ്സുകളുണ്ട്. 4 ക്ലാസ്സുകളാണ് നമ്മൾ പഠിക്കുന്നത്. അതിനകത്ത് 2 ക്ലാസ്സുകൾ ഏതൊക്കെയാണ്? യെസ്, ആസ്കോമൈസീറ്റസ് ആൻഡ് ബെസിഡിയോമൈസീറ്റസ് ആണ്. അപ്പൊ ഡൈകാരിയോട്ടിക് സ്റ്റേജിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്. അവിടെ ഓർത്തിരിക്കേണ്ട 2 ടേംസ് ഉണ്ട്, ഒന്ന് ഡൈകാരിയോൺ, മറ്റേത് ഡൈകാരിയോ ഫേസ്. എന്താണ് മക്കളെ ഇത്? നോക്കൂ, an intervening dikaryotic stage occurs in Ascomycetes and Basidiomycetes. Such a condition is called dikaryon and the phase is called dikaryophase of fungus. അപ്പോൾ ആ കണ്ടീഷനെയാണ് ഡൈകാരിയോൺ എന്ന് പറയുന്നത്, ആ ഫേസിനെയാണ് ഡൈകാരിയോഫേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഫേറ്റ് എന്താണ്? പിന്നീട് ഇതിനെന്ത് സംഭവിക്കും? ഇത് എപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കുമോ? ഒരിക്കലും ഇല്ല. പിന്നീട് അത് ഫ്യൂസ് ചെയ്യും, അതാണ് പറയുന്നത്, ബിക്കംസ് ഡിപ്ലോയിഡ്. അപ്പോൾ N ആയിട്ട് വരുന്നു, അത് 2 സെല്ലുകളിലാണ്. ഇത് ഒരു സെല്ലിൽ N ആയിട്ട് തന്നെ നിൽക്കുന്നു, അപ്പോൾ നമ്മൾ അതിനെ N+N എന്ന് പറയുന്നു. പിന്നീട് അതിനെന്ത് സംഭവിക്കുന്നു? 2 ഫ്യൂസ് ചെയ്തിട്ട് 2N ആവുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു
യൂഷ്വൽ കേസിൽ n ഫ്യൂസ് ചെയ്ത് 2n ആയി അല്ലെ, ഒരു സെൽ എന്താണ് രണ്ട് ന്യൂക്ലിയസ് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നില്ല സാധാരണ കേസ്. പക്ഷേ ഈ രണ്ട് ക്ലാസ്സിൽ അസ്കോമൈസീറ്റസ് ആൻഡ് ബെസിഡിയോമൈസീറ്റസിലാണ് ഈ ഡൈകാരിയോ ഫേസ് ഡൈകാരിയോൺ ഉള്ളത് എന്ന കാര്യം ഓർത്തിരിക്കുക. അത്രയുമാണ് ആ സെക്ഷൽ സൈക്കിളിനെ കുറിച്ച് ആ ഒരു പാരഗ്രാഫിൽ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. അടുത്ത ചോദ്യം, എ മെമ്പർ ഓഫ് ഫൈക്കോമൈസീറ്റസ് ദാറ്റ് ഗ്രോസ് കോമൺലി ഓൺ മോയിസ്റ്റ് ഡീക്കേയിങ് വുഡ് or as obligate parasite എന്ന് വെച്ചാൽ അറിയാമല്ലോ, പെർമനന്റ് പാരസൈറ്റ് ഓൺ പ്ലാൻ ഈസ്. മക്കളെ ഇതിന് ഫൈക്കോമൈസീറ്റസ് എന്ന് ചോദിക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടി, ഏതാണ്? അൽബുഗോ ആണ്. ശരിയല്ലേ? ഫൈക്കോമൈസീറ്റസ് ഏതാണ്? അൽബുഗോ ആണ് എന്ന് പറയാം. കാരണം വേറെ ഇവിടെ എക്സാമ്പിൾ ഇല്ല. എക്സാമ്പിൾ ഉണ്ടോ? ഇല്ല. കാരണം ബാക്കി എക്സാമ്പിൾ എല്ലാം വേറെ ക്ലാസ്സുകളാണ്. ശരിയല്ലേ മക്കളെ? യെസ്. അപ്പൊ ഇവിടെ അൽബുഗോ ഇസ് ദി റൈറ്റ് ആൻസർ ഹിയർ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. ദെൻ നമുക്ക് ആ ഫംഗസിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ്, മൊത്തം ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നീറ്റ് പോയിന്റുകളെല്ലാം നീറ്റ് പോയിന്റ് ഓഫ് വ്യൂള്ള എല്ലാ പോയിന്റും കിട്ടിക്കഴിഞ്ഞു. നമുക്ക് നോക്കാം. ഫൈക്കോമൈസീറ്റസ് ഓർക്കേണ്ട പോയിന്റ്, ദർ കോമൺലി ഫൗണ്ട് ഇൻ അക്വാട്ടിക് ഹാബിറ്റാറ്റ്സ്. റിഗാർഡിംഗ് ദർ ഹാബിറ്റാറ്റ് മക്കളെ, എസെപ്റ്റേറ്റ് ആൻഡ് സീനോസൈറ്റിക്. എന്താണ്? എസെപ്റ്റേറ്റ് ആൻഡ് സീനോസൈറ്റിക്. അപ്പൊ അതിന്റെ മൈസീലിയത്തിനെ കുറിച്ചാണ്. എസെപ്റ്റേറ്റ് ആൻഡ് സീനോസൈറ്റിക് ആണ്. ഇത് ഓർക്കാൻ എളുപ്പമാണ്. കാരണം ഈ 4 ക്ലാസ്സുകളിൽ എസെപ്റ്റേറ്റ് സീനോസൈറ്റിക് എന്ന് പറഞ്ഞാൽ മൾട്ടി ന്യൂക്ലിയേറ്റ് ആണ്. എസെപ്റ്റേറ്റ് ആൻഡ് സീനോസൈറ്റിക് ഉള്ള ഒരേ ഒരു ക്ലാസ് ആണ് ഏത്? ഫൈക്കോമൈസീറ്റസ് എന്ന് പറയുന്നത്. ബാക്കി 3 ക്ലാസ്സുകളിലും ഈ 3 ക്ലാസ്സുകളിലും എങ്ങനെയാണ് വരുന്നത്? സെപ്റ്റേറ്റ് ആൻഡ് ബ്രാഞ്ച്ഡ് ആണ്. അല്ലെ? നോക്കൂ, മൈസീലിയം സെപ്റ്റേറ്റ് ആൻഡ് ബ്രാഞ്ച്ഡ് ഇൻ ദി അതർ 3 ക്ലാസ്സസ്, അസ്കോമൈസീറ്റസ്, ബെസിഡിയോമൈസീറ്റസ് ആൻഡ് ഡ്യൂട്ടിറോമൈസീറ്റസ്. അപ്പൊ എസെപ്റ്റേറ്റ് ആൻഡ് സീനോസൈറ്റിക് എന്ന് പറഞ്ഞാൽ ഒറ്റ ക്ലാസ്സിലേ ഉള്ളൂ. അത് ഏതാണ്? ഫൈക്കോമൈസീറ്റസ്. അങ്ങനെ ഓർത്തു വെച്ചേക്കുക. ഓക്കെ, യെസ്. ദെൻ അതിന് എക്സാമ്പിൾ വരുമ്പോഴത്തേക്ക് ഫൈക്കോമൈസീറ്റസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? മ്യൂക്കർ, റൈസോപ്പസ്, അതുപോലെ അൽബുഗോ. റൈസോപ്പസ് എന്ന് പറയുമ്പോൾ ബ്രെഡ് മോൾഡ്. അൽബുഗോ പാരസൈറ്റിക് ഫംഗസ് ഓൺ മസ്റ്റാർഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഓർക്കേണ്ടത്? മ്യൂക്കർ ഉണ്ട്, റൈസോപ്പസ് ഉണ്ട്, അതുപോലെ അൽബുഗോ. ഈ 3 എക്സാമ്പിൾ ആണ് NCERT തന്നിട്ടുള്ളൂ. അത് മാത്രം ഓർത്തു വയ്ക്കുക. എക്സാമ്പിൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഈ ഒരു കിങ്ഡത്തിൽ ഫംഗസിൽ. ഓക്കെ, ഇനി ആസ്കോമൈസീറ്റസിൽ നമ്മൾ മൈസീലിയം പറഞ്ഞു, ബ്രാഞ്ച്ഡ് ആൻഡ് സെപ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞു. അത് കൂടാതെ എന്തൊക്കെയാണ് ഓർക്കേണ്ടത്? ഇതിനകത്ത് യൂണിസെല്ലാറും ഉണ്ട്, മൾട്ടി സെല്ലാറും ഉണ്ട്. സാധാരണ നമ്മൾ കിങ്ഡം ഈ ഫംഗസിനെ കുറിച്ച് പറയുമ്പോൾ മൾട്ടി സെല്ലാർ ആണ് അല്ലെ. പക്ഷെ ഇവിടെ യൂണിസെല്ലാർ ഫോംസും ഉണ്ട്. ഏതാണ് യൂണിസെല്ലാർ? ഈസ്റ്റ്, സെക്കറോമൈസസ് അല്ലേ. യെസ്. മൾട്ടി സെല്ലാറിന് എക്സാമ്പിൾ തന്നിട്ടുണ്ട്, പെനിസിലിയം കൂടുതൽ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ദെൻ വേറെ ഇതിനകത്ത് ഓർക്കേണ്ട പോയിന്റ്, ഇതിന്റെ സെക്ഷൽ സ്പോർ എൻഡോജീനസ് ആണ്. എൻഡോജീനസ് സെക്ഷൽ സ്പോർ ഉണ്ട് അല്ലെ. നമുക്കറിയാം ആസ്കോമൈസീറ്റസ് ആണ്, സാക് ഫഞ്ചൈ ആണ്, ആസ്കസ് ഉണ്ട്, ആസ്കോസ്പോർ ഉണ്ട്. എൻഡോജീനസ് ആണ്. അതേപോലെ സെക്ഷൽ സ്പോർ കൊണീഡിയ ആണ്. കൊണീഡിയ എന്ന് പറയുമ്പോൾ എന്താണ്? എക്സോജീനസ് സ്പോർ ആണ്. അപ്പോൾ സെക്ഷൽ സ്പോർ എൻഡോജീനസ് ആണ്, സെക്ഷൽ സ്പോർ എക്സോജീനസ് ആണ് എന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ ഓർക്കുക ആസ്കോമൈസീറ്റസിൽ. പിന്നെ ആസ്കോമൈസീറ്റസിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? പെനിസിലിയം നേരത്തെ പറഞ്ഞു, അതേപോലെ അസ്പെർജില്ലസ്, ക്ലാവിസെപ്സ്, ന്യൂറോസ്പോറ, ഈസ്റ്റ്, മോറൽസ് ആൻഡ് ട്രഫിൾസ്. അപ്പൊ അതിൽ ചിലത് നേരത്തെ, അതായത് യൂണിസെല്ലാർ ഫോമിന് എക്സാമ്പിൾ ആയിട്ട് സെക്രോമൈസിസ് വന്നു, മൾട്ടിസെല്ലാർ ഫോമിന് എക്സാമ്പിൾ ആയിട്ട് ആന്റിബയോട്ടിക് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഏതാണ്? പെനിസിലിയം വന്നു അല്ലെ. അതേപോലെ അസ്പെർജില്ലസ് അനദർ കൊമേഴ്സ്യൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഫംഗസ് തന്നെയാണ് അസ്പെർജില്ലസ് നൈഗർ എന്നൊക്കെ പറയുന്നത്. ദെൻ ക്ലാവിസെപ്സ്, ന്യൂറോസ്പോറ ജെനറ്റിക്സ് റിസർച്ചിൽ യൂസ് ചെയ്യുന്ന അല്ലെ ന്യൂറോസ്പോറയുണ്ട്. മോറൽസ് ആൻഡ് ട്രഫിൾസ് അല്ലെ, നമ്മൾ എഡിബിൾ ഡെലിക്കേഷീസ് അല്ലെ, ശരിയല്ലേ? ഏതാണ് നമ്മുടെ പിസ ടോപ്പറൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന മോറൽസ് ആൻഡ് ട്രഫിൾസ് ഒക്കെ അവിടെ ഉണ്ട് അല്ലെ. അപ്പൊ അത്രയും എക്സാമ്പിൾസ് ആണ് ആസ്കോമൈസീറ്റസിൽ വരുന്നത്. ദെൻ ബെസിഡിയോമൈസീറ്റസ്, ബ്രാക്കറ്റ് ഫഞ്ചൈ അല്ലെങ്കിൽ പഫ് ബാൾസ് ഒക്കെ വരുന്നത് ഏതിലാണ്? ബെസിഡിയോമൈസീറ്റസിലാണ്. അതിന്റെ മൈസീലിയം നമ്മൾ നേരത്തെ കമ്പയർ ചെയ്ത് കഴിഞ്ഞു. എങ്ങനെയാണ്? ബ്രാഞ്ച്ഡ് ആൻഡ് സെപ്റ്റേറ്റ് ആണ്. ഇനി മറ്റു ഫീച്ചേഴ്സ് നോക്കാം. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഈസ് കോമൺ. അങ്ങനെ പറയാൻ കാരണം എസെക്ഷൽ സ്പോർസ് ആർ ആബ്സെന്റ്. നേരത്തെ നമ്മൾ പിന്നെ അസ്കോമൈസീറ്റസിൽ പറയുമ്പോൾ അവിടെ സെക്ഷൽ സ്പോർ ഉണ്ട്, അത് കൊണീഡിയാണ്. പക്ഷേ ബെസിഡിയോമൈസീറ്റസിൽ അങ്ങനെയല്ല, അവിടെ സെക്ഷൽ സ്പോർസ് ആബ്സെന്റ് ആണ്. ദെൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, പക്ഷേ സെക്സ് ഓർഗൻസ് ആബ്സെന്റ് ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇസ് ദർ, ദാറ്റ് ഈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സോജീനസ് സ്പോർ. ബെസിഡിയോസ്പോർസ് എക്സോജീനസ് ആണ്. നമ്മൾ ആസ്കോമൈസീറ്റസിൽ കണ്ടത് ആസ്കോസ്പോർ എൻഡോജീനസ് ആണ് അല്ലെ. ഇവിടെ ബെസിഡിയോസ്പോർ എക്സോജീനസ് ആണ്. അപ്പൊ എസെക്ഷൽ സ്പോർസ് ആബ്സെന്റ് ആണ് എന്നൊരു കാര്യം സ്ട്രൈക്ക് ചെയ്യണം. കാരണം തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചത് കൊണീഡിയ, അതിന് മുന്നേ ഫൈക്കോമൈസീറ്റസിൽ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഫൈക്കോമൈസീറ്റസിൽ എസെക്ഷൽ സ്പോർ ഉണ്ട് ഇല്ലേ? യെസ് ഓർ നോ? യെസ്.
കൊണീഡിയ അല്ല, അവിടെ സൂ സ്പോർസ് ആണ് വരുന്നത്, മൊട്ടൈൽ സ്പോർസ്, സ്പൊറാഞ്ചിയോ സ്പോർസ് എന്ന് നമ്മൾ പറയും അല്ലേ. യെസ്. ഇനി ബെസിഡിയോമൈസീറ്റസിന് പിന്നെ എക്സാമ്പിൾ അഗാരിക്കസ് മഷ്റൂം, അതുപോലെ സ്മട്ട് ഫംഗസ്, റസ്റ്റ് ഫംഗസ്. അപ്പൊ സ്മട്ട് ഫംഗസ് ഏത്? സ്ട്രിലാഗോ. റസ്റ്റ് ഫംഗസ് ഏതാണ്? പെക്സീനിയ. അപ്പൊ ഈ 3 എക്സാമ്പിൾ, മഷ്റൂം ഉണ്ട്, റസ്റ്റ് ഫംഗസ് ഉണ്ട്, സ്മട്ട് ഫംഗസ് ഉണ്ട്. അത്ര മാത്രമേ ഇതിൽ ഓർക്കാനുള്ളൂ, അഗാരിക്കസ് ബെസിഡിയോമൈസീറ്റസിൽ ഓർക്കാനുള്ളൂ. അപ്പൊ ഇതിനെ ബേസ് ചെയ്ത് ഒരു തവണ ക്വസ്റ്റ്യൻ ചോദിച്ചത് മക്കളെ ഇങ്ങനെയായിരുന്നു നീറ്റില്, എക്സോജീനസ് സെക്ഷുവൽ സ്പോർ ഉള്ളത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് ഫംഗസിലാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷനിൽ ക്ലാസ്സുകളുടെ പേരുകളല്ല കൊടുത്തിരുന്നത്, എക്സാമ്പിൾസ് ആണ്. ഓപ്ഷനിൽ അഗാരിക്കസ് അന്ന് തന്നിരുന്നു. ഓക്കെ. ഇനി അടുത്ത ക്ലാസ് ഡ്യൂട്ടിറോമൈസീറ്റസ് ആണ്. ഡ്യൂട്ടിറോമൈസീറ്റസ് ഇംപെർഫെക്റ്റ് എന്ന് വിളിക്കുന്നു. നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ടു, എന്തുകൊണ്ടാണ്? സെക്ഷുവൽ സ്റ്റേജ് ഇസ് നോട്ട് യെറ്റ് നോൺ, അറിയില്ല. സെക്ഷുവൽ അറിയാം, ദാറ്റ് ഈസ് കൊണീഡിയയാണ് അല്ലേ. യെസ്. പിന്നെ അതിന്റെ മൈസീലിയെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബ്രാൻഡഡ് ആൻഡ് സെപ്റ്റേറ്റ് ആണ് അല്ലേ. യെസ്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഡ്യൂട്ടിറോമൈസീറ്റസിൽ ഓർക്കേണ്ടത്. പിന്നെ എക്സാമ്പിൾ 3 എണ്ണമാണ് NCERT തന്നിരിക്കുന്നത്. ഏതൊക്കെയാണ്? ആൾട്ടർനേറിയ, കൊളിറ്റോട്രീക്കം, അതേപോലെ ട്രൈക്കോഡെർമ. ഓക്കെ. അപ്പോൾ ഈ ഒരു ടേബിള് പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തായാലും ഓർത്തിരിക്കേണ്ടത് നീറ്റ് പോയിന്റ് ഓഫ് വ്യൂവില് ഫ്രം ദ കിങ്ഡം. ഏത് കിങ്ഡമാണ്? കിങ്ഡം ഓഫ് ഫഞ്ചൈ. ഓക്കെ മക്കളെ. യെസ്. അപ്പൊ അടുത്ത ചോദ്യം ആ കിങ്ഡത്തിനെ ബേസ് ചെയ്ത് തന്നെയാണ്. ഇൻ ആസ്കോമൈസീറ്റസ് asexual spores are called dash and are produced dash on special mycelium. Asexual spores എന്താണ്? കൊണീഡിയയാണ് അല്ലേ, എക്സോജീനസിലിയാണ്. സോ ഓപ്ഷൻ 2 is the right answer here അല്ലേ. ഓപ്ഷൻ 2 is the right answer here. Then which of the following fungi classes completely lacks any observed or identified sexual stage, causing them to be termed fungi imperfecti? ഏതാണ്? നമ്മൾ കണ്ടു കഴിഞ്ഞു, ഡ്യൂട്ടിറോമൈസീറ്റസ് ആണ്. ദെൻ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അതായത് കിങ്ഡം ഫഞ്ചി കഴിഞ്ഞാൽ പിന്നെ കിങ്ഡം പ്ലാന്റ്, കിങ്ഡം അനിമാലിയ ഉണ്ട്. അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ആ കിങ്ഡം കാണുന്നതാണ്. ഓക്കെ. പിന്നെ അവസാന ഭാഗം വരുന്നത് വൈറസ്, എസെല്ലുലാർ ഫോംസ് ഒക്കെയാണ് അല്ലെ. വൈറസ്, വൈറോയിഡ്, പ്രയോൺസ്, ലൈക്കൻസ്, ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ്. വൈറോയിഡ്സ് were discovered by Theo Diner and consist of free low molecular weight RNA lacking a protein code. ശരിയല്ലേ? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, പ്രയോൺസ് കൺസിസ്റ്റ് ഓഫ് അബ്നോർമലി ഫോൾഡഡ് ഇൻഫെക്ഷ്യസ് പ്രോട്ടീൻ ആൻഡ് കോസ് ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി ഇൻ കാറ്റിൽ. ശരിയല്ലേ? CJD ഇൻ ഹ്യൂമൻസ്, അത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഏതിനെ കുറിച്ച്? പ്രയോൺസിനെ കുറിച്ച്. അപ്പോൾ അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീൻ ആണ് ഏത്? ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണ് ഇത് പ്രയോൺസ് എന്ന് പറയുന്നത്. സോ ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ എന്നതാണ് ആൻസർ. സോ ഓപ്ഷൻ 3 both x and y are true എന്ന് പറയാം. അടുത്ത ചോദ്യം വൈറസിനെ ബേസ് ചെയ്തിട്ടാണ്. വൈറസ് ആർ നോൺ സെല്ലുലാർ ഓർഗാനിസം. ശരിയാണ്, നോൺ സെല്ലുലാർ ഫോംസ് ആണ്. സെല്ലുലാർ, അതുകൊണ്ടാണ് കിങ്ഡം ആർച്ച് വിറ്റേക്കറിന്റെ ക്ലാസിഫിക്കേഷൻ ഉൾപ്പെടാതിരുന്നത്. ശരിയല്ലേ? യെസ്. വൈറസ് പോസസ് ഇനേർട്ട് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഔട്ട്സൈഡ് ലിവിംഗ് സെൽ. ശരിയാണ്. ദർ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് ആണ് അല്ലെ. ഹോസ്റ്റിനകത്ത് മാത്രമേ അവർക്ക് ലൈഫ് ഉള്ളൂ, ജീവനുള്ളൂ. ശരിയല്ലേ? യെസ്. വൈറസ് ക്യാൻ റെപ്ലിക്കേറ്റ് ഇൻഡിപെൻഡന്റ്ലി. പറ്റില്ല. ദേ ക്യാൻ റെപ്ലിക്കേറ്റ് ഓൺലി ഇൻസൈഡ് ഹോസ്റ്റ് സെൽ. ദേ ആർ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ്. ദേ ടേക്ക് ഓവർ ഹോസ്റ്റ് മെഷീനറി ഫോർ റെപ്ലിക്കേഷൻ. അത് ശരിയാണ്. സോ A, B, D കറക്റ്റ് ആണ്. ഓപ്ഷൻ 1 ഇസ് ദി റൈറ്റ് ചോയ്സ് ഹിയർ അല്ലേ. അടുത്ത ചോദ്യം മാച്ച് ദ ഫോളോയിങ് ആണ്. ഇത് വൈറസിന്റെ ഡിസ്കവറിയെ ബേസ് ചെയ്തിട്ടാണ്. ആ സയന്റിസ്റ്റുകളുടെ കോൺട്രിബ്യൂഷൻ അതിനെ കുറിച്ചൊക്കെയാണ്. ഡിമിത്രി ഇവാനോസ്കി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഈ മൊസൈക്ക് ഡിസീസ്, ടൊബാക്കോ പ്ലാന്റ്സിൽ മൊസൈക്ക് ഡിസീസ് കോസ് ചെയ്യുന്ന ഓർഗാനിസം അത് റെക്കഗ്നൈസ് ചെയ്തു എന്നുള്ളതാണ് അല്ലെ. അത് ബാക്ടീരിയയേക്കാൾ ചെറുതാണ്, കാരണം ഇറ്റ് പാസ് ത്രൂ ബാക്ടീരിയ ത്രൂ ഫിൽറ്റേഴ്സ് എന്നുള്ളതൊക്കെ പിന്നീട് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. സോ ദിസ് വാസ് ഇൻ 1892. സോ A1 എന്ന് തന്നെ പറയാം. A1. ഇനി സ്റ്റാൻലിയുടെ കോൺട്രിബ്യൂഷൻ എന്താണ് വൈറസിന്റെ ഡിസ്കവറിയിൽ? ക്രിസ്റ്റലൈസ്ഡ് വൈറസ് എന്ന് പറയും. ദാറ്റ് വാസ് ഇൻ 1935. അപ്പോൾ വൈറസ് വാസ് ഫസ്റ്റ് ക്രിസ്റ്റലൈസ്ഡ് ബൈ സ്റ്റാൻലി ആണ്. ദാറ്റ് വാസ് ഇൻ 1935. ഇയർ കൂടി ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, അതുകൂടെ ശ്രദ്ധിക്കുക. ദെൻ ടിയോ ഡൈനർ നമ്മൾ തൊട്ട് മുന്നേ വേറെ ക്വസ്റ്റനിൽ കണ്ടു, അസോസിയേറ്റഡ് വിത്ത് വൈറോയിഡ് ആണ്, വൈറസ് അല്ല. വൈറോയിഡിൽ എന്താണ് കോൺട്രിബ്യൂഷൻ? യെസ്, വൈറോയിഡ് കണ്ടുപിടിച്ചതാണ്. പൊട്ടേറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ് കോസിംഗ് ഓർഗാനിസം ആണ് അല്ലെ. ദാറ്റ് വാസ് ഇൻ 1971 എന്ന് പറയാം അല്ലെ, ഇൻഫെക്ഷ്യസ് RNA. ദെൻ ബെജറിങ്ങിന്റെ കോൺട്രിബ്യൂഷൻ അഗൈൻ വൈറസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് തന്നെയാണ്. കൊണ്ടേജിയം വൈവം ഫ്ലൂയിഡം, ദാറ്റ് വാസ് ഇൻ 1898. കൊണ്ടേജിയം വൈവം ഫ്ലൂയിഡം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡ് ആണ് അല്ലെ. ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡ്.
അതായത് ഡിസീസ് കോസ് ചെയ്തിട്ടുള്ള പ്ലാന്റിൽ നിന്ന്, ഓർഗാനിസത്തിൽ നിന്ന് എന്താണ് ആ ഒരു എക്സ്ട്രാക്ട് എടുത്തിട്ട് ഹെൽത്തി പ്ലാന്റ്സിന് കൊടുക്കുമ്പോൾ അവിടെയും ഡിസീസ് കോസ് ചെയ്യുന്നുണ്ട്. അതാണ് പറയുന്നത് ഒരു ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ആണ്, ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡ് എന്നാണ് അദ്ദേഹം അതിനെ ഡിഫൈൻ ചെയ്യുന്നത്, കണ്ടേജിയം വൈവം ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. സോ എല്ലാം മാച്ച്ഡ് സ്റ്റേറ്റിലാണ് ഉള്ളത് എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇത്, ഓപ്ഷൻ 2, A1, B2, C3, D4 എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ടോപ്പിക് ഏതാണ്? ലൈക്കനെ ബേസ് ചെയ്തിട്ടാണ്. ലൈക്കൻ എന്ന് പറയുന്നത് നമുക്കറിയാം 2 ഓർഗാനിസം ആണ് അവിടെ അല്ലെ അസോസിയേറ്റ് ചെയ്ത് വരുന്നത്. ഏതൊക്കെയാണ്? ആൽഗെ ഉണ്ട്, അതേപോലെ ഫംഗസ് ഉണ്ട്. ദേ റെപ്രസെന്റ് സിംബയോട്ടിക് അസോസിയേഷൻ. ശരിയാണ്, സിംബയോസിസ് ആണ്, ബോത്ത് ആർ ബെനിഫിറ്റഡ് ആണ്. സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ആൽഗെ ആൻഡ് ഫംജൈ എന്ന് പറയാം അല്ലെ. ഫംഗൽ പാർട്ട്ണർ ഇസ് കോൾഡ് മൈക്കോബയോൺ. യെസ്, മൈക്കോളജി ഫംഗസ് കറക്റ്റ് ആണ്. ആൽഗൽ പാർട്ട്ണർ ഇസ് കോൾഡ് ഫൈക്കോളജി, ആൽഗയാണ്, ഫൈക്കോബയോൺ കറക്റ്റ് ആണ്. ദേ ആർ ഹൈലി സെൻസിറ്റീവ് ടു പൊല്യൂട്ടൻ. ശരിയാണ്, സെൻസിറ്റീവ് ആണ്. അതായത് എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ഇപ്പൊ ഹൈലി പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയയിൽ ഒരിക്കലും നമുക്ക് ഏത് കാണാൻ സാധിക്കില്ല? ലൈക്കൻസിന്റെ പ്രസൻസ് കാണാൻ സാധിക്കില്ല. അപ്പൊ ലൈക്കൻ ഇല്ലെങ്കിൽ അതൊരു പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ ആണ്. ആ ഏരിയയിൽ പൊല്യൂഷൻ, എസ്പെഷ്യലി ഏത് പൊല്യൂഷൻ ആണ് മക്കളെ? എയർ പൊല്യൂഷൻ, സൾഫർ ഡയോക്സൈഡ്, ഇൻഡസ്ട്രിയൽ പൊല്യൂട്ടൻ്റ് ആയിട്ടുള്ള സൾഫർ ഡയോക്സൈഡിന്റെ ഒക്കെ പ്രസൻസ് അവിടുത്തെ എയറിൽ കൂടുതൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ചുറ്റുപാടുകളിൽ ഇപ്പോൾ ട്രീസിന്റെ മുകളിലൊക്കെ വരുന്ന ലൈക്കൻസ് അവിടെ കാണില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അപ്പൊ ലൈക്കൻസിന്റെ ആബ്സെൻസ് ആണ്, ലൈക്കൻ ഇല്ലാതിരിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഓക്കെ അതൊരു പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ ആണ്, അവിടെ എയർ പൊല്യൂട്ടഡ് ആണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ 1 ഇസ് ദി റൈറ്റ് ചോയ്സ് ഹിയർ. അപ്പോൾ ഇത്രയും ആവുമ്പോഴത്തേക്ക് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ എല്ലാ ഏരിയയും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ മക്കളെ ബയോളജി ക്ലാസിഫിക്കേഷൻ നല്ല എന്താണ് നന്നായിട്ട് പഠിക്കുക. അതിൽ പ്രത്യേകിച്ച് കിങ്ഡം ഫംഗസ് ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഡാറ്റ പഠിക്കാനുള്ളത്. ഒരു കിങ്ഡം എടുത്താൽ ആ കിങ്ഡത്തിൽ കൂടുതൽ ഡാറ്റ ഉള്ളത് കിങ്ഡം ഫംഗയാണ്. അതിനാണ് ഞാനൊരു ടേബിൾ പ്രിപ്പയർ ചെയ്തത്. ആ ടേബിൾ നോക്കിയാൽ തന്നെ അതിൻ്റെ എല്ലാ പോയിന്റ്സും നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്കത് പഠിക്കാവുന്നതാണ്, അങ്ങനെ അത് ഓർത്ത് വയ്ക്കാവുന്നതാണ്. ഓക്കെ മക്കളെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.